Hello, very good morning, dear students. I am Dr. Saudamini Menon, educationist and clinical psychologist. Today, we'll continue with the fourth chapter from DC1, that is about computer software. We said that computer software is divided into two, that is system software and application software. Under system software, again there is a three division. One is called the operating system, second is called the language processor, and third one is the device drivers and utility software. We discussed about operating system and language processor. Both the things we have discussed. Now we'll see that what is device drivers and utility software. A device driver is a software that helps the operating system and a device to communicate with each other. എന്താണ്? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. എന്തിനു ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ? ടു ഹെൽപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമിനെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയണത്. ടു യൂസ് എ ഡിവൈസസ് ലൈക്ക് പ്രിൻറ്റർ, scanner, modems, the device driver software must be installed. നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ കൂടെ പ്രിൻ്റർ ഉണ്ടാവും, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കൂടെ തന്നെ സ്കാനർ ഉണ്ടാവും, മോഡംസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഓപ്പറേഷൻ മോഡം മാത്രമാണെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ കമ്പ്യൂട്ടറും മോഡം കൂടിയിട്ട് വർക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യണം, അതിനെ ഹെൽപ്പ് ചെയ്യണത് ടു ഈച്ച് അതർ. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഡിവൈസ് ഡ്രൈവർ. Okay, driver. Okay, then now what is meant by utility software? Utility software is a set of programs which help users in system maintenance task. System മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ടാസ്കിനെ ഹെൽപ്പ് ചെയ്യണതിനെയാണ് നമ്മൾ എന്താ പറയുക? യൂട്ടിലിറ്റി പറഞ്ഞാൽ ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത്, നമ്മളുടെ ഡേ ടു ഡേ അതിനേക്കാണ് യൂട്ടിലിറ്റി എന്ന് പറയുക. യൂട്ടിലിറ്റി നമ്മളുടെ ഈ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ യൂട്ടിലിറ്റി എന്നാണ് അതിന് പറയുക. ഓക്കെ, അപ്പോൾ സം ഓഫ് ദ പ്രോഗ്രാംസ് വിത്ത് ദ ഫങ്ഷൻസ്. അപ്പോൾ ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഏതിനുപയോഗിക്കുന്നതാണ്? കംപ്രഷൻ ടൂൾസ് പറഞ്ഞാൽ നമുക്ക് വലിയ ഫയലുണ്ടാവും. ആ വലിയ ഫയലിനെ നമുക്ക് ഒതുക്കിയിട്ട് ചെറുതാക്കിയിട്ട് നമ്മൾ സിബ് ചെയ്യും, അല്ലേ? സിബിൻ്റെ ഉള്ളിൽ നമ്മൾ സിബ് ചെയ്യും. അപ്പോൾ അതിനുപരി കംപ്രഷൻ ടൂൾസ്, സിബിങ് ആൻഡ് അൺസിബിങ്, ചെറുതാക്കാനും അതിനെ തുറന്ന് വലുതാക്കാൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഓക്കെ, അത് കഴിഞ്ഞാൽ അപ്പോൾ അതിലേതാക്കണം? ഈ കംപ്രഷൻ വിൻസിപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഇതൊക്കെ വലിയ എന്താ പറയുക, എന്നെക്കാട്ടിലും പരിചയമുള്ള കുട്ടികളാണ് നിങ്ങളൊക്കെ. അപ്പോൾ കംപ്രഷൻ ടൂൾസിൽ എന്താണ്? വിൻസിപ്പ് ഉണ്ട്, അതിൽ WinRAR അതിൻ്റെ രണ്ടെണ്ണമാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ ഡിവൈസ് ഡ്രൈവർ ഉപയോഗിക്കുന്നത് എന്തിനാണെങ്കിൽ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ sorry, it rearranges files on a computer അതിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതിനാണ് ഫയൽസ്, ഇതിനാണ് നമ്മൾ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ എന്ന് പറയുന്നത്. ദിസ് ഹെൽപ്സ് ദ കമ്പ്യൂട്ടർ ടു വർക്ക് ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻ്റ്ലി. ഇതിൻ്റെ രണ്ടാമത്തെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൻ്റെ ആദ്യത്തെ എന്താണ്? കംപ്രഷൻ ടൂൾസാണ്, അതിന് സിബിങ് ആൻഡ് അൺസിബിങ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്ററാണ്. ഇനി മൂന്നാമത്തെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ. നമ്മളെപ്പോഴും കാണില്ല ബാക്കപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ പെട്ടെന്ന് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ ലോസ് ആയിപ്പോവും. അപ്പോൾ നമ്മളതിനെ വേറൊരു സ്ഥലത്ത് ബാക്കപ്പ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ എന്താവും? നമ്മളുടെ ഈ ഡെസ്ക്ടോപ്പിലെ മുകളിലുള്ളതൊക്കെ കേടുവന്നാൽ നമ്മൾ അകത്ത് ഒരു ഡ്രൈവിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ സൂക്ഷിച്ച് വെക്കണതിനാണ് നമ്മൾ എന്താ പറയുക? ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയുക. ബാക്കപ്പ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ ഡിസ്ക് ഇൻഫർമേഷൻ ദെൻ ക്യാൻ ബി യൂസ്ഡ്. പിന്നെ നമുക്കത് വീണ്ടും പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഈ ബാക്കപ്പ് എന്ന് പറയുന്നത്.
നാലാമത്തെ ഡിവൈസ് ഡ്രൈവറിൻ്റെ പേരാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. ആൻറ്റി വൈറസ് നമുക്കറിയാം, വൈറസ് വന്ന് പല വിധത്തിലുള്ള വൈറസ് നമ്മുടെ കയ്യിൽ വരാറുണ്ട്. അപ്പോൾ ആ വൈറസിനെയൊക്കെ മാറ്റി നമ്മുടെ കമ്പ്യൂട്ടർ സേഫ് ഗാർഡാക്കി ചെയ്യണതിനാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഓക്കെ, ഇത്രയും അതിൽ 4 ഉണ്ട്. പിന്നെ ഈ അപ്ലിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ, ഈ സോഫ്റ്റ്വെയറിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്? സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ സ്പെസിഫിക് അപ്ലിക്കേഷൻ ഈസ് കോൾഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിൽ 2 വിധത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണെങ്കിൽ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ, ജനറലായിട്ട് ഉപയോഗിക്കുന്നതും. രണ്ടാമത് സ്പെസിഫിക്, പർട്ടിക്കുലർ ഇതിനുപയോഗിക്കുന്നതിനാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഈ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ പാക്കേജസ് എന്തൊക്കെയാണ് അതിലുണ്ടാവുന്നത്? അതിൽ ഒരു 5 കാര്യങ്ങളുണ്ട്. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, രണ്ടാമത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, നമ്മൾ മാർക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പറയില്ലേ സ്പ്രെഡ്ഷീറ്റ്, അത്. പിന്നെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, പ്രസൻറ്റേഷൻ പറഞ്ഞാൽ PPT ഒക്കെ നമ്മൾ ഉണ്ടാക്കണില്ലേ അത്. പിന്നെ 4ാമത് ഡാറ്റാ ബേസ് സോഫ്റ്റ്വെയർ, നമ്മൾ ഡാറ്റാ ബേസസിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. 5ാമത്തെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. ഇങ്ങനെ 5 വിധത്തിലുള്ള ക്ലാസിഫൈഡാണ് ഈ ജനറൽ പർപ്പസായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ സ്പെസിഫിക് ആയിട്ട് പർട്ടിക്കുലർ ഒന്നിന് മാത്രം ഉപയോഗിക്കണം. ഇറ്റ് ഈസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ ടു ഹാൻഡിൽ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ടാസ്കിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനാണ് നമ്മൾ എന്താ പറയുന്നത്? സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കസ്റ്റമൈസ്. അതിൻ്റെ വേറൊരു പേരെന്താണ്? കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. കസ്റ്റമൈസ് പറഞ്ഞാൽ നമ്മൾ കസ്റ്റം എന്ന് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ എ സിംഗിൾ കസ്റ്റമർ, ഒരാൾക്ക് വേണ്ടി, ആൻഡ് ക്യാൻ അക്കോമഡേറ്റ് കസ്റ്റമേഴ്സ് പ്രെഫറൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. ഓരോ ആൾക്കാരുടെയും എന്താ പറയുക, ആഗ്രഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഇതാണ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. അതിന് അല്ലെങ്കിൽ മൽവാരെ എന്ന് പറയും. മലീഷ്യസ് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്വെയർ യൂസ് ടു ഡിസ്ട്രപ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ. ഡിസ്ട്രപ്റ്റ് പറഞ്ഞാൽ അതിന് നോർമൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ പോണേനാണ് ഡിസ്ട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാദർ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഓർ ഗെയിൻ ആക്സസ് ടു പ്രൈവറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം. മാൽവെയർ ഇൻക്ലൂഡ്സ്, അതിലേതൊക്കെയാണ് ഡിസ്ട്രപ്റ്റ്? ഇപ്പോൾ പറയില്ലേ വൈറസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വൈറസ്, വേംസ്, ദെൻ ട്രോജൻ ഹോഴ്സസ്, സ്പൈവെയർ, കുക്കീസ് ആൻഡ് അതർ മലേഷ്യസ് പ്രോഗ്രാംസ്. ഇങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വിച്ച് ഡിസ്ട്രപ്റ്റ് ദി കമ്പ്യൂട്ടർ ഓപ്പറേഷനെ ബുദ്ധിമുട്ടിക്കുക. എന്നെ ഡിസ്ട്രപ്റ്റ് പറയാൻ നോർമലിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനാണ്. ഓക്കെ, പിന്നത്തെ വേറൊരു ഇതാണ് ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ എന്ന് പറയും. ഹ്യൂമൻ വെയർ പറഞ്ഞാൽ എന്താ? ഹ്യൂമൻസ്, നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ഹ്യൂമൻ അല്ലേ. ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ റെഫേഴ്സ് ടു ഹ്യൂമൻ who use computer. It refers to programs, system analyst, operating staff and other personal working in a computer system. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് കമ്പ്യൂട്ടർ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മളെപ്പോലുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പ്രോഗ്രാമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സിസ്റ്റം അനാലിസ്റ്റ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പേഴ്സൺസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവരൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്താ പറയുക? ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ എന്ന് പറയാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്ത നമുക്ക് വീണ്ടും കാണാം. സൗദാമിനി.